കള്ളക്കർക്കിടം പോയാലോ പിന്നെ ചിങ്ങം വന്നു പിറക്കൂലോ. ചിങ്ങം വന്നു പിണന്നാലോ പിന്നെ ഓണാഘോഷമായില്ലോ. ഓണാഘോഷമായാലോ പിന്നെ അറാപ്പു വിളി കേക്കാലോ. ഓണാഘോഷമായാലോ പിന്നെ അറാപ്പു വിളി കേക്കാലോ. അറാപ്പു വിളി കേട്ടാലോ പിന്നെ ഓണക്കോടി ഉടുക്കാലോ. കൈക്കോട്ടിക്കളി കണ്ടാലോ പിന്നെ കുമ്മാട്ടിക്കളി കാണാലോ. കൈലാസനാഥനായ ശ്രീപരമേശ്വരൻ പാർവതീ സമേതനായി തൃശ്ശൂർപേരൂർ നഗരത്തിൽ എഴുന്നള്ളിയിരുന്നതായ സമയത്ത് വനപ്രദേശത്തിൻ്റെ ഭംഗി കണ്ട് തൻ്റെ ഭൂതഗണങ്ങളോട് കിരാതമൂർത്തിയായി അവതരിച്ചതായ സമയത്ത് താൻ എടുത്തതായ കിരാതവേഷം പൂണ്ട് ഭൂതഗണങ്ങളോടുകൂടി ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്തതിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നതായ ആഘോഷപരമായ കുമ്മാട്ടി. സുന്ദര മന്ദിരനാമം അപ്പാരുടെ മതിൽ മരുവും നമ്മുടെ ഗുരുനാഥൻ. പാർവതി സാധാരണ നിലയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ കാട്ടാളത്തിയായിട്ടാണ് കിരാതവേഷത്തോടു കൂടി കാണാറ്. ഇവിടെ ഏറ്റവും കൂടുതലായി കരുണാമയനൊരു കാട്ടാളനതായി ഹിമഗിരി സുതയൊരു തള്ളയുമായി എന്നാണ്. പാർവതീദേവി തള്ളയുടെ രൂപത്തിൽ മാതൃസ്ഥാനത്താണ് ഇവിടെ അവതരിപ്പിച്ചു പോരുന്നത്. അതുപോലെ തന്നെ ഭൂതഗണങ്ങൾ മുഴുവനായിട്ട് പല രൂപത്തിൽ ഈ കുമ്മാട്ടികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ടുള്ളതായ നൃത്തത്തിൻ്റേതായ ആഘോഷം കണ്ടപ്പോൾ മറ്റ് ദേവീദേവന്മാരും ഇതിൽ ആർത്തുല്ലസിച്ച് പങ്കെടുത്തു എന്ന ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് കുമ്മാട്ടിക്കളി. മഹാബലി എഴുന്നള്ളുന്നതായ സമയത്ത് വിനോദത്തിന് വേണ്ടി തൻ്റെ നാട്ടിലെ പ്രജകളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ആഘോഷിച്ചു പോന്നിരുന്നതായ ആഘോഷമാണ് കുമ്മാട്ടിക്കളി. കുമ്മാട്ടി തുടങ്ങിയ കാലത്ത് ഈ മുഖങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പാള കൊണ്ട് മുഖങ്ങൾ ഉണ്ടാക്കി അതിൽ കരി കൊണ്ടും ചുണ്ണാമ്പ് കൊണ്ടും ഡിസൈൻ ചെയ്തിട്ടാണ് കുമ്മാട്ടി മുഖം ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. 1941 കിഴക്കമ്പാട്ടുകര തെക്കുമുറി ദേശക്കാർ സ്വന്തമായിട്ട് 3 മുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഓരോ ദേശീയ പാരമ്പര്യമനുസരിച്ച് ഓരോ മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ ഈഗോയിസം നഷ്ടപ്പെടുന്നതിന് വേണ്ടിയും വേറൊരു കഥാപാത്രത്തിൻ്റെ രൂപത്തിൽ ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്യുന്നതിന് ഒരു മുഖാവരണം ആവശ്യമാണെന്ന് കണ്ടപ്പോഴാണ് ലോക നാടക ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ നൃത്ത ചരിത്രത്തിൽ തന്നെ പൊയ്മുഖങ്ങൾ നിലവിൽ വരണത്. ആ പൊയ്മുഖങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്നതായ പൊയ്മുഖങ്ങൾ പാളമേൽ തീർത്തതായ പൊയ്മുഖങ്ങളാണെങ്കിൽ പിന്നീട് അത് തകരത്തിലേക്ക് മാറ്റപ്പെട്ടു. ആ തകരത്തിൽ നിന്നാണ് മരത്തിൻ്റെ പൊയ്മുഖങ്ങളിലേക്ക്. ഇതെല്ലാം അതാത് കാലങ്ങളിൽ ഉപയോഗത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ മരത്തിലുണ്ടാക്കുന്നതായ പൊയ്മുഖങ്ങൾ വളരെ കാലം സൂക്ഷിക്കുന്നതിനും സൂക്ഷ്മമായി തച്ചന്മാരെ കൊണ്ട് നിഷ്കർഷയായി, കാരണം മറ്റുള്ള പൊയ്മുഖങ്ങൾക്ക് മുഖത്ത് ഉയർന്നു നിൽക്കാനുള്ളതായ പരിമിതികൾ കൊണ്ട് പൊയ്മുഖങ്ങൾ മരത്തിലുണ്ടാക്കുമ്പോൾ കുഴിച്ചെടുത്ത് വരിക്കപ്ലാവും കുമിഴ് തുടങ്ങിയതായ മരങ്ങളെ കൊണ്ടാണ് ഇത് കൊത്തിയെടുത്തിരുന്നത്. ഭൂതഗണങ്ങളെ അകവരുത്തുക കൗതുകമോടൊരു കളി കാണട്ടെ.
ഭൃങ്കൻ ഭൃങ്കൻ ഭൃങ്കോരടിയൻ നന്ദൻ നന്ദൻ നന്ദിരനാഥൻ കുംഭൻ കുംഭൻ കുംഭോദരനും കുംഭതി കുംഭൻ. 20 വർഷം മുമ്പാണ് തൃശ്ശൂരിൽ നിന്ന് കുറേ പേര് എന്നെ കാണാൻ വേണ്ടി കൊടുങ്ങല്ലൂർ വരുന്നത്. അപ്പോൾ കുമ്മാട്ടിക്കളിയെക്കുറിച്ച് കൂടുതൽ ഞാൻ അറിയുന്നത് അപ്പോഴാണ്. കുറേ കുമ്മാട്ടിത്തലകൾ കൊത്തണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്കും ഒരു അത്ഭുതം തോന്നി. കാരണം അന്നത്തെ കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, യേശുദാസ്, രജനീകാന്തിനെയൊക്കെ മരത്തിൽ കൊത്തി പേപ്പറിലും മറ്റുള്ള ന്യൂസിലൊക്കെ വന്നിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് അത് കണ്ടിട്ടാണ് ഈ കുമ്മാട്ടി മുഖം കൊത്താൻ വേണ്ടി എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അത് വലിയൊരു വെല്ലുവിളിയായിട്ട് അന്നത്തെ ഒരു കുറച്ച് കുമ്മാട്ടി മുഖങ്ങൾ അതിൻ്റെ അതേ പഴയ രൂപത്തിലേക്ക്, പഴയ ഒരു ശൈലിയിലേക്ക് കുമ്മാട്ടിക്കളി കൊത്തിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് സ്വീകരിച്ച് ഞാൻ ചെയ്തത്. അപ്പോൾ ഏതാണ്ട് ഒരു 12ഓളം കുമ്മാട്ടി മുഖങ്ങൾ ഞാൻ പൃഥ്വിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനും ഒരു പഠനവിധേയമായിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. പലതും അവരാശയങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരു സ്കെച്ച് ഉണ്ടാക്കും, പിന്നെ കളിമണ്ണിലൊരു രൂപം ഉണ്ടാക്കും. അത് നോക്കിയിട്ടാണ് നമുക്ക് എത്ര പെർഫെക്ഷൻ വരുത്തണമെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് മരത്തിലേക്ക് നമ്മളത് ഉളിയെടുത്ത് കൊത്താറുള്ളത്. കാരണം ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു കഷ്ണമോ അടത്ത് പോയാൽ പിന്നെ ആ ഒരു വർക്ക് ചിലപ്പോൾ വെറുതെ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ, വളരെ ആലോചിച്ചതിന് ശേഷം നല്ല ഒരു പെർഫെക്ഷനോടുകൂടി തന്നെയാണ് ഈ വക വർക്കുകളൊക്കെ, ഈ കൊത്തുപണി ചെയ്യാറുള്ളത്. സാധാരണ മരങ്ങളിലൊക്കെ ഒരുപാട് കൊത്താറുണ്ട്. തേക്ക് മരം, അതുപോലെ തന്നെ വീട്ടിമരം, അങ്ങനെയുള്ള മരങ്ങളിലൊക്കെയാണ് സാധാരണ ശില്പങ്ങളൊക്കെ ചെയ്യാറ്. പക്ഷേ ഈ കുമിഴ് മരത്തിലാണ് ഈ കുമ്മാട്ടി മുഖങ്ങളൊക്കെ സാധാരണ കൊത്താറുള്ളത്. കാരണം ഏറ്റവും മുഖം കൊത്താൻ ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു മരമാണ് കുമിഴ് മരം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് വരുത്തം ഇല്ല എന്നുള്ളതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉളിയിൽ കൊത്തിയെടുക്കാൻ പറ്റും. അതിന് പ്രത്യേകമായിട്ട് ഉളികൾ തന്നെ, ടൂൾസുകൾ തന്നെ നമ്മൾ അതിന് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു കുമ്മാട്ടി മുഖം കൊത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെ. ഇതിൻ്റെ ഒരു ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ മരം വളരെ കനം കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കുമ്മാട്ടി മുഖങ്ങളൊക്കെ മുഖത്ത് വെച്ചിട്ടൊരു മുഖംമൂടി പോലെ നമുക്ക് വെച്ച് ആടാൻ കഴിയുന്നതിൻ്റെ ഒരു കാരണം പ്രധാനം അതിൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മരത്തിൽ ഇതിൻ്റെ പുറം ഭാഗം കൊത്തിയെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഉൾഭാഗം കൂടി കൊത്തണം. ശരിക്കും അതിൻ്റെ ഒരു മുഖംമൂടി പോലെ തന്നെ അകം കൂടി കൊത്തിയാൽ മാത്രമേ നമുക്ക് മുഖത്ത് ഒരു പൊസിഷനിൽ അത് വെക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ ഒരു കുമ്മാട്ടി മുഖങ്ങളൊക്കെ കൊത്തിയെടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ ശരിക്കും നേരിട്ട് ഒരു ചിത്രം നോക്കി അല്ലെങ്കിൽ ഭാവനയിൽ വരുന്നൊരു രൂപം നമ്മൾ മരത്തിൽ കൊത്തി ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഒരു കളിമണ്ണിൽ നമ്മൾ ആദ്യം ഒരു രൂപം ഉണ്ടാക്കി നോക്കി വെച്ചതിന് ശേഷം അത് നോക്കിയിട്ടും നമുക്ക് ഈ കുമ്മാട്ടി മുഖങ്ങളൊക്കെ കൊത്താൻ സാധിക്കും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ളൊരു സുഖമുണ്ട് അതിന്. പിന്നെ മാത്രമല്ല ഈ കൊത്തുപണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചീള് അല്ലെങ്കിൽ ഒരു മൂക്കോ കണ്ണോ ഏതെങ്കിലും വിധത്തിലൊന്ന് അടർന്നാൽ മതി, ആ മരം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധയോടെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ കുമ്മാട്ടി മുഖം കൊത്തുക എന്ന് പറയുന്നത്. വന്നു വരനുടെ തിരുമുമ്പാകെ തൃച്ചേവടിയിൽ വാണു വണങ്ങി. കുമ്മാട്ടി മുഖങ്ങൾ കൊത്തിയെടുക്കുക മാത്രമല്ല, അതിൻ്റെ അകത്ത് അതിലുപരി അത് പെയിൻറ് ചെയ്യുന്നത് വലിയൊരു ശ്രമകരമായൊരു വർക്ക് കൂടിയാണ്. കാരണം അതിൻ്റെ പഴയൊരു കാലഘട്ടത്തിൻ്റെ ഒരു സ്വഭാവം നമ്മൾ പെയിൻറ്റിങ്ങിൽ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതും കൂടി ചെയ്താൽ മാത്രമേ ആ ഒരു കുമ്മാട്ടി മുഖത്തിനൊരു പൂർണ്ണത വരൂ. ഗണപതി കുലുക്കി ചിരിച്ചു. ഇപ്പോൾ ഒരുപാട് സാങ്കേതികമായിട്ട് തന്നെ മുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഫൈബറിലും അതുപോലെ തന്നെ വേറെ പല മെറ്റീരിയലിലൊക്കെ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ കുമ്മാട്ടി മുഖം ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ കൊത്തി പെയിൻ്റ് അടിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അത് പാരമ്പര്യമായിട്ട് നിലനിന്ന് പോരുന്ന ഒരു തറവാടിത്തം എന്ന് വേണമെങ്കിൽ പറയാം. ആ കുമ്മാട്ടി മുഖം ആ മരത്തിൽ കൊത്തി ആടുക, പുല്ല് കെട്ടി ആടുക എന്ന് പറയുന്നത് വലിയൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഗോപുര ഗോപുര പാലന കാലന ശിവഹര സുന്ദര മന്ദിരനാമം. അപ്പാരിടമതിൽ മരുവും നമ്മുടെ ഗുരുനാഥൻ തുണപരദേവതയും. വിശ്വത്തിങ്കൽ വിളങ്ങിയിടുന്നൊരു തൃശിവപേരൂർ വടക്കുന്നാഥൻ.
അനവധി ശീലുകളുള്ളതായ പാട്ടുകൾ തനി ഗ്രാമീണ ശൈലിയിൽ പാടി വില്ലുകൊട്ടി പാടിയിരുന്നതായ ഒരു സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. ആദ്യമായിട്ട് പാടുന്നത് ശിവനായിട്ടുള്ള വടക്കുംനാഥൻ്റെ ശിവസ്വരൂപമായി കരുണാമയനൊരു കാട്ടാളനതായി ഹിമഗിരിസുതയൊരു തള്ളയുമായി ഭൂതഗണങ്ങൾ കുമ്മാട്ടികളായി ഭൂതഗണാധിപൻ ഒത്തൊരുമിച്ച് ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്യുന്ന സംവിധാനമായിട്ടാണ് കുമ്മാട്ടി രൂപപ്പെടുത്തി വന്നിട്ടുള്ളത്. രാവണന്റെ മുമ്പിൽ എന്തട രാവണ ഏതട രാവണ സീതേക്കാൻ കാരണം നിന്നോടാരു പറഞ്ഞിട്ടോ നിന്റെ കുമ്മാട്ടിയുടെ പാട്ടുകളിൽ പ്രധാനമായി വരുന്നത് ശിവനെയും ഗണപതിയെയും സരസ്വതിയെയും സ്തുതിച്ചുകൊണ്ടുള്ളതായ പാട്ടുകളും അതുപോലെ തന്നെ ഓണാഘോഷത്തിൽ മഹാബലിയുടെ ചരിത്രം പാടുന്നതായ പാട്ടുകളും അതുപോലെ ഓണാഘോഷത്തിനെ സംബന്ധിച്ചതായ വിപുലമായ തരത്തിലുള്ളതായ പാട്ടുകളും പുറമേ അതാത് ദേശങ്ങളിൽ വരുന്നതായ ശീലുകളോടുകൂടിയ തനി ഗ്രാമീണ സമ്പ്രദായത്തിലുള്ള ശീലുകളിലുള്ളതായ പാട്ടുകളും ഇതോടുകൂടി ചേർത്ത് പാടാറുണ്ട്. അത് അതിൻ്റേതായ സമ്പ്രദായത്തിലല്ല വേറൊരു രൂപത്തിലാക്കി ചിട്ടപ്പെടുത്തിയിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചു പോരുന്നത്. ഇതിന് പുറമെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പ്രത്യേകം ഭാഗങ്ങൾ ബാലീവധം സീതാന്വേഷണം അങ്ങനെയുള്ളതായ പ്രത്യേകം ഭാഗങ്ങൾ വേറൊരു ശൈലിയിൽ നാടൻ ശൈലിയിലേക്ക് അതാത് ഗ്രാമ്യമായിട്ട് ദേശീയ സമ്പ്രദായത്തിൽ ഉൾക്കൊണ്ട് പാടുന്ന ഒരു സമ്പ്രദായവും വളരെ കാലങ്ങളായി കുമ്മാട്ടിയിൽ നിലവിലുണ്ട്. അവിടത്തെ തമ്പുരാൻ എന്തു പറഞ്ഞു? തല്ലാൻ വരണു കുത്താൻ വരണു ഓടിയൊളിച്ചു കൈതക്കാട്ടിൽ കൈത എനിക്കൊരു പൂവ് തന്നു പൂവ് കൊണ്ടുപോയി മാടത്തിൽ വെച്ചു മാടം എനിക്കൊരു കയറത്തന്നു. കുമ്മാട്ടിപ്പാട്ടിന് താളമിടുന്നത് ഓണവില്ലിൽ കൊട്ടിയാണ്. ഓണവില്ല് ഉണ്ടാക്കുന്നത് കരിമ്പനയുടെ പട്ട വളച്ച് അതിന്മേൽ മുളയോട് ഞാണ് കെട്ടി ആണ് ഓണവില്ല് ഉണ്ടാക്കുന്നത്. ഓണവില്ല് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പവിത്രമായി കരുതുന്ന ഒരു ഉപകരണമാണ്. മുഖദേവനും അതിമോദത്താൽ ആഹ്ലാദിച്ചു കൈലാസേശ്വരയതരം തന്നിൽ ഒരു കുമ്മാട്ടി കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് വാഴയുടെ ഉണങ്ങിയ ഇലകളായിരുന്നു ശരീരത്തിൽ പൊതിയാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് ഒരു 80 വർഷങ്ങൾക്ക് മുന്നേ ആണ് പർപ്പടകപ്പുല്ല് എന്ന് പറയുന്ന ആയുർവേദ മെഡിസിനൽ വാല്യൂ ഉള്ള ആ പുല്ല് നമ്മൾ ഇപ്പോൾ കുമ്മാട്ടിപ്പുല്ലായിട്ട് ഉപയോഗിക്കുന്നത്. വാഴയുടെ ഇലകൾ മാറി ഇപ്പോൾ പർപ്പടകപ്പുല്ലാണ് നമ്മൾ ശരീരത്തിൽ ദേവിയെ നോക്കി ദേവിയും കൗതുകമെന്നരുൾ ചെയ്തു. ഇവരുടെ കളികൾ കണ്ടൊരു നേരം ശൈവനുമേറ്റം സന്തോഷിച്ചു. അത്തം മുതലങ്ങരവതിയോണം ആയില്യം മകം ഭഗവതിയോണം ഇങ്ങനെ 20 ദിവസം നമ്മുടെ ഭക്തന്മാർക്കൊരു ഉത്സവമായി. ഈ പർപ്പടകപ്പുല്ല് കൃഷി ചെയ്ത് ഞങ്ങൾ തന്നെ അതിന് താല്പര്യമെടുത്ത് കൃഷി ചെയ്യിച്ച് പുല്ലുകൂടെ കൊണ്ടുവന്ന് ഞങ്ങൾ മെടഞ്ഞ് കുമ്മാട്ടികളുടെ ശരീരത്തിൽ കെട്ടാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സുഗ്രീവനാ യുദ്ധം നടന്നത് ഏറ്റം ചുരുക്കി ഞാൻ ചൊല്ലിടുന്നേൻ. മായാവി എന്നുവർ ചൊല്ലും മഹാസുരൻ ബാലിയെ യുദ്ധത്തിനായി വിളിച്ചു. യുദ്ധത്തിനായി വിളിച്ചതു കേട്ടപ്പോൾ ക്രുദ്ധനാം ബാലി അലറിച്ചെന്നു. അഗ്രജൻ പോയതു കണ്ടു സുഗ്രീവനും വ്യഗ്രതയോടങ്ങു പിന്നാലെ പോയി. രണ്ടുപേർ ഓടി അടുക്കുന്ന കണ്ടപ്പോൾ മായാവി തെല്ലൊന്നങ്ങമ്പരന്നു. പേടിച്ചു കൊണ്ടങ്ങു ഓടി മഹാസുരൻ ചാടിയോടി ബാലി പിന്നാലെയും
രക്ഷയില്ലെന്നതു കണ്ടു മഹാസുരൻ തൻഗുഹയ്ക്കുള്ളിൽ അഭയം തേടി. പിന്നാലെ ബാലിയും ചെന്നു ഗുഹയ്ക്കുള്ളിൽ തൽക്ഷണം മായാവി തന്നെ വന്നു. പോകുന്ന നേരത്തു ചൊല്ലി അനുജ നീ കാക്കണം ഞാൻ വരും നേരം വരെ. രണ്ട് തരത്തിലുള്ളതായ കുമ്മാട്ടികൾ കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നിലവിലുണ്ട്. ഈ ഭാഗത്ത് നിലവിലുള്ളതായ കുമ്മാട്ടി പൂർണ്ണമായിട്ടും ആഘോഷപരവും ചിറ്റൂര് ഭാഗത്ത് നടക്കുന്നതായ കുമ്മാട്ടി, പാലക്കാട് ചിറ്റൂര് ഭാഗത്ത് നടക്കുന്നതായ കുമ്മാട്ടി ഭദ്രകാളിയോടുകൂടി അകമ്പടി സേവിച്ചതായ ഭൂതഗണങ്ങളെ അനുസ്മരിക്കുന്നതാണ് കിഴക്ക് പാലക്കാട് ജില്ലയിലുള്ള കുമ്മാട്ടി. മഹാബലി എന്നൊരു ധനുജൻ തീണ്ടലൊഴിഞ്ഞുക തന്നുട രാജ്യം. കൊണ്ടാടി പരിപാലിക്കുമ്പോഴുണ്ടായി വന്നിതു സുഖമേവർക്കും. അന്നൊരു നാളിൽ അമരാവതിയെ ചെന്നു കരസ്ഥിതമാക്കിക്കൊണ്ടൻ. ഉദ്ധതനായ മഹാബലിയോട് യുദ്ധത്തൊറ്റിതു ദേവാദികളും. ബുദ്ധിക്ഷയവും പൂണ്ടിട്ടങ്ങനെ ഗരുഡധ്വജനെ ചെന്നു വണങ്ങി. വിഷ്ണു ജയ ജയനാഥ മുരാരേ വിഷ്ണു സഹോദര കമലാകാന്ത. ഹരിനാരായണ ജയ നാരായണ വിഷ്ണു ബാലക ലക്ഷ്മീകാന്ത. ദൃഷ്ട നമുക്ക് വരുത്തിയിടാതെ വിഷ്ണു ബാലക എന്നീ വണ്ണം. ചക്രാദികളുടെ ദുഃഖം തീർക്കാൻ ചക്രായുധനതിബോധത്തോടെ. ചക്രം തന്നുടെ സഹജനുമായി മാട്ടിമുഖം കൊത്തിയാടി അതിൻ്റെ ഒരു ഘോഷയാത്ര പോലെ പോകുമ്പോൾ തന്നെ ഓരോ കരക്കാരും അവരുടേതായ പ്രത്യേകതയുള്ള എന്തെങ്കിലും ഒരു ടാബ്ലോ ചെയ്യാറുണ്ട്. പുരാണപരമായിട്ടുള്ള കഥകൾ ആണ് അതിൻ്റെ അകത്ത് കൂടുതൽ വരിക ഈ ടാബ്ലോയിൽ ചെയ്യുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ലോറിയിലൊക്കെ മൂവ്മെൻ്റ് ഉള്ള ശില്പങ്ങളൊക്കെ ഒരുപാട് ടാബ്ലോസുകൾ വരുന്നുണ്ട്. പക്ഷേ കുമ്മാട്ടിക്കളിയെ സംബന്ധിച്ചിടത്തോളം ഘോഷയാത്രയിൽ വരുന്ന ടാബ്ലോകളെല്ലാം തന്നെ വണ്ടിയിൽ വലിച്ചുകൊണ്ട് പോകുന്നൊരു പഴയ കാലഘട്ടത്തിൽ അതേ രീതി തന്നെയാണ് ഇപ്പോഴും അവലംബിക്കുന്നത്. കാരണം ആ ഒരു മുമ്പ് പാരമ്പര്യമായിട്ട് ചെയ്തു വന്നിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഈ പുതു തലമുറയ്ക്ക് അതിനെ പരിചയപ്പെടുത്താൻ കൂടി അത് വലിയൊരു കാര്യമായിട്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് പലതും മാറിയെങ്കിൽ പോലും ഇന്നത്തെ ഇവിടെ തൃശ്ശൂരത്തെ കുമ്മാട്ടിക്കളിയിൽ ഇപ്പോഴും പഴയ പാരമ്പര്യ ട്രഡീഷണൽ സ്വഭാവം തന്നെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോരുന്നത് വലിയൊരു പ്രത്യേകത എന്ന് വേണം പറയാൻ. പണ്ടൊരു മുനിവര ഹോമം ചെയ്തു. ഹോമക്കുഴിയിൽ കല്ലുമുളച്ചു. കല്ലിട മുകളിൽ പാക്കിട തോന്നി. പാക്കിട മുകളിൽ പീഠം ജനിച്ചു. ആ പീഠത്തിന്മേൽ വാളു ജനിച്ചു. ആ വാളെടുത്തവൻ അട്ടഹസിച്ചു. അട്ടാസം കേട്ടിട്ടു നടുങ്ങി. ചെന്നു കരേറി കൊടുങ്ങല്ലൂര്. ഗോപുരമേഴു വലത്തും വെച്ചു. കാളിയെ കാളിയെ എന്നു വിളിച്ചു. ആ കാളിയെ കാളിയെ എന്നു വിളിച്ചു. ആ കണ്ടൻ കാളി വിളിയം കേട്ടു. ആ കാരോരമ്മ വളർത്തിയ പന്നി. ആ അവരെ കാട്ടിൽ നിന്നു വളർന്നു. ആ കോട്ട പൊള്ളിച്ചവൻ കാട്ടിൽ ചാടി. ആ കാടിന് പുറമേ വേടരുമായി. ആ ഉപ്പും മുളകും മുറുകെത്തച്ചു. ആ കോഴിക്കൊട്ടുലുവ മുളക്കരച്ചു. ആ കൊച്ചി ജീരകം അഴക്കരച്ചു. ആ കൊല്ലത്തെ തേങ്ങ 18 അരച്ചു. ആ 18 ചട്ടിയിൽ പകർത്തിയും വെച്ചു. അതിലൊരു ചട്ടി കുമ്മാട്ടി നക്കി. ആ അതിലൊരു ചട്ടി കുമ്മാട്ടി നക്കി.